ശ്രീമദ് ഭാഗവതം ക്ലാസ് 312. നമ്മളിന്ന് നോക്കുന്നത് സ്കന്ധം 11 20-ാമത്തെ അധ്യായമായിട്ട് ജ്ഞാന കർമ്മ ഭക്തി യോഗങ്ങളാണ്. അപ്പോൾ ജ്ഞാനയോഗം, കർമ്മയോഗം, ഭക്തിയോഗം, ഇതിൻ്റെ പ്രാധാന്യമാണ് പറയുന്നത്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവിലൂടെ ബ്രഹ്മത്തെ മനസ്സിലാക്കുക. കർമ്മം എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മമെല്ലാം ആ ശക്തിക്കായിട്ട് ചെയ്യുക. ഭക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം ആ നിർഗുണമായ ബ്രഹ്മത്തിൽ എപ്പോഴും പതിപ്പിക്കുക. ഇതിൻ്റെ ശ്രേഷ്ഠതയാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഉദ്ധവരെ ഹേ അരവിന്ദാക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, അങ്ങയുടെ ആജ്ഞാരൂപമായ വേദം. നമുക്കിതിനെപ്പറ്റിയെല്ലാം കിട്ടുന്ന ജ്ഞാനം കിട്ടുന്നത് വേദത്തിൽ നിന്നാണ്. പ്രപഞ്ചത്തിലെ എല്ലാ ശാസ്ത്രവും അടങ്ങിയ ഗ്രന്ഥമാണ് വേദം. അതിൽ ആ നിർഗുണമായ ബ്രഹ്മത്തെ, ഈശ്വരനെ പറ്റിയും പറയുന്നുണ്ട്. അപ്പം അങ്ങയുടെ അത് എല്ലാം വന്നിരിക്കുന്നത് ആ ബ്രഹ്മത്തിൽ നിന്ന് തന്നെയാണ്. ഈ ജ്ഞാനം, ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടായോ ജ്ഞാനമടക്കം, വേദമടക്കം, ആധുനിക സയൻസ് അടക്കം അതിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അങ്ങയുടെ ആജ്ഞാരൂപമായ വേദം വിധി, നിഷേധം, കർമ്മങ്ങളുടെ ഗുണദോഷം എന്നിവയെല്ലാം വിവരിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അതിൽ ഉണ്ട്. ഇനി 2 ബ്രാഹ്മണ ക്ഷത്രിയ മുതലായ വർണ്ണങ്ങൾക്ക് ബ്രഹ്മചര്യം മുതലായ ആശ്രമങ്ങൾ, അതിനെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഇനി അതിൽ അധികം പോകണ്ട. ഗുണദോഷ സമുദ്രമായ വേദത്തിനെയും പ്രതിലോമ സങ്കരം, അനുലോമ സങ്കരം ഇവ മൂലമുള്ള ഗുണദോഷങ്ങളെയും എല്ലാം സങ്കരമായിട്ടുണ്ടാകുമ്പോൾ അതിൻ്റെ ഗുണദോഷങ്ങൾ കൂടിയും കുറഞ്ഞുമെല്ലാം വരും. അപ്പം സങ്കരയിലും ടീൻറ്റുടി എന്നെല്ലാം പറഞ്ഞിട്ട് വിത്തുകളുണ്ടല്ലോ, അതെല്ലാം അതിൻ്റെ ഗുണങ്ങൾ വ്യത്യാസം. ഇപ്പോഴത്തെ ചെടികളെല്ലാം പെട്ടെന്ന് കുറേ കായ്ക്കും, പക്ഷെ ആയുസ് കുറവാണ്. കർമ്മത്തിൽ വരുന്ന എന്ത് കർമ്മം ചെയ്യുമ്പോൾ അത് ഏതിനെ അടിസ്ഥാനമാക്കിയാണ്? ദേശം, ദ്രവ്യം, വയസ്സ്, കാലം മുതലാളിയുടെ ഗുണദോഷങ്ങൾ, അതെല്ലാമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഗുണങ്ങളും ദോഷങ്ങളും ഇവയുടെ ഫലമായിട്ടുണ്ടാകുന്ന സ്വർഗം നരകങ്ങളെയും വേദം പറഞ്ഞു തരുന്നുണ്ട്. അപ്പം വേദത്തിൽ എല്ലാം ഉണ്ട്, എല്ലാ കാര്യവും വേദത്തിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. അത് അങ്ങിൽ നിന്ന് തന്നെ വന്നതാണ്. 3-4 വേദങ്ങളുടെ നിഷേധം, വിധിരൂപവും, വിധിക്കപ്പെട്ടത് ഗുണവും പരിഹരിക്കപ്പെട്ടത് ദോഷവും. വിധിക്കപ്പെട്ട രൂപത്തിൽ വേദം പറയുന്ന വിധിക്കനുസരിച്ച രൂപത്തിലുള്ള കർമ്മങ്ങൾ ഗുണവും, പരിഹരിക്കപ്പെട്ടത് ദോഷവും. ദോഷങ്ങളെയെല്ലാം പരിഹരിക്കാനുള്ള വഴികളുമെല്ലാം വേദത്തിലുണ്ട്. മനുഷ്യർക്ക് പുരുഷാർത്ഥ സാധനമായി എങ്ങനെ ഭവിക്കുന്നു എന്നെല്ലാം വേദം വിവരിക്കുന്നു. പുരുഷാർത്ഥ സാധനങ്ങൾ, മനുഷ്യർ പുരുഷാർത്ഥങ്ങൾ എന്നെല്ലാണ് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇതിലൂടെയാണ് മനുഷ്യൻ സഞ്ചരിക്കുന്നത്. അതിനെപ്പറ്റിയെല്ലാം അതെങ്ങനെയെല്ലാം മനുഷ്യനെ സ്വാധീനിക്കുന്നു എന്നെല്ലാം വേദം വിവരിച്ചു തരുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ അറിയാൻ കഴിയാത്ത സ്വർഗം, മോക്ഷം ഇവയെയും, എന്താണ് സ്വർഗം, എന്താണ് മോക്ഷം കൊണ്ട് ഉപയോഗിക്കുന്നതെന്നൊന്നും പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല. ഇവയിലും ഫലം മുതലായ വിഷയങ്ങളിലും അങ്ങയുടെ വേദം മനുഷ്യർക്കും ദേവന്മാർക്കും പിതൃക്കൾക്കും ചക്ഷുസ്സിന് സമാനമാണ്. ചക്ഷുസ് കണ്ണിലൂടെ നോക്കി കാണുക,
നമ്മളെല്ലാം കാണുന്നത് ഏതിലാണ്? കണ്ണിലൂടെയാണ്. അപ്പം വേദം എന്നത് കണ്ണിന് സമാനമാണ്. സയൻസ് എന്നത് കണ്ണിന് സമാനമാണ്. സയൻസിലൂടെ നമ്മളെല്ലാം നോക്കിക്കാണണം, വേദത്തിലൂടെയെല്ലാം നോക്കിക്കാണണം. ഏതുപോലെ? കണ്ണിലൂടെ നോക്കുന്നത് പോലെ. അപ്പം വേദം എന്നത് കണ്ണിന് സമാനമാണ്. ആർക്ക്? മനുഷ്യരായാലും ദേവന്മാരായാലും പിതൃക്കൾക്ക് എല്ലാവർക്കും ലോകത്തെ പ്രപഞ്ചത്തിൻ്റെ രഹസ്യം കാണണ്ടെങ്കിൽ വേദത്തിലൂടെ നോക്കിയാൽ മതി. അപ്പോൾ 5 പറയുകയാണ്, അങ്ങയുടെ വേദത്തിൽ തന്നെ. വേദം എന്നാണ് എന്താണ്? സയൻസാണ്. സയൻസിനാൽ തന്നെയാണ് ഇത് ഗുണം ഇത് ദോഷം എന്ന വ്യത്യാസം സംഭവിക്കുന്നത്. സയൻസിലോട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ ഉണ്ടായ വസ്തു നമുക്ക് ഗുണമാണ്, തിന്നാൻ കൊള്ളാം. ഈ ഉണ്ടായ വസ്തു അതിൽ വിഷമടക്കിയിരിക്കുന്നുണ്ട്, അത് ദോഷമാണ്. ഇതെല്ലാം വേദത്തിൽ നിന്ന് തന്നെയാണ്. വേദം എന്ന് പറയുമ്പോൾ സയൻസ്. സയൻസിലൂടെ തന്നെയാണ് ഇത് ഗുണം ഇത് ദോഷം എന്ന വ്യത്യാസം സംഭവിക്കുന്നത്. സയൻസിലൂടെ തന്നെ. പിന്നെയോ ആ ഭേദനിഷേധവും വേദത്താൽ സംഭവിക്കുന്നു. ഭേദനിഷേധം, ഈ കാണുന്നതൊന്നും വ്യത്യസ്തമല്ല, എല്ലാം ഒന്നാണ് എന്ന തത്വവും വേദത്തിലൂടെ തന്നെ നമുക്ക് കിട്ടുന്നു. പലതായി കാണുന്ന വസ്തുക്കളെ കൈകാര്യം ചെയ്യാനുള്ള ജ്ഞാനവും വേദത്തിലൂടെ കിട്ടുന്നു. ഭൗതികതയിൽ ജീവിക്കാനുള്ള ശാസ്ത്രജ്ഞാനവും വേദത്തിലൂടെ കിട്ടുന്നു. എല്ലാം മിഥ്യയാണ്, എല്ലാം ഒരൊറ്റ ഒന്നിൽ നിന്നാണ് ഉണ്ടായത് എന്ന സത്യവും വേദത്തിൽ നിന്നും കിട്ടുന്നു. അതിലൂടെയാണ് ഭ്രമം സംഭവിക്കുന്നത്. അപ്പോൾ മനുഷ്യർക്ക് ഭ്രമമുണ്ടാകുന്നത് വേദത്തിലൂടെയാണ്, സയൻസിലൂടെയാണ്, ശാസ്ത്രത്തിലൂടെയാണ്, ആധുനിക സയൻസിലൂടെയാണ്. ആധുനിക സയൻസിലൂടെ തന്നെയാണ് നമ്മൾ ഭ്രമത്തിൽ അകപ്പെട്ട് സുഖത്തിൻ്റെ പിന്നാലെ ഓടി നടക്കുന്നത്. ഇനി 6 ശ്രീകൃഷ്ണൻ പറയുകയാണ്, മനുഷ്യർക്ക് നന്മ ചെയ്യുവാനായി ജ്ഞാന കർമ്മ ഭക്തിയോഗങ്ങൾ എന്നാൽ പറയപ്പെട്ടു. ഇങ്ങനെ ഭൗതിക ലോകത്തിൽ ഉഴലുന്നവർക്ക് നന്മ ചെയ്യാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ ജ്ഞാനയോഗവും കർമ്മയോഗവും ഭക്തിയോഗവും എന്നാൽ പറയപ്പെട്ടത്. വേറെ വഴി വേറെ എവിടെയും കിട്ടാൻ പോകുന്നില്ല. ഈ സംസാര സാഗരത്തിൽ ജീവിക്കുന്നവർക്ക് ഈ കഷ്ടപ്പാടിൽ നിന്നെല്ലാം രക്ഷപ്പെടാനുള്ള വഴി വേറെ ഒരു വഴിയിലൂടെയും കിട്ടില്ല. ജ്ഞാനമാർഗത്തിലൂടെ, കർമ്മമാർഗത്തിലൂടെ, അല്ലെങ്കിൽ ഭക്തിമാർഗത്തിലൂടെ നേടണം. ഈ സംസാര സാഗരം മറികടക്കാൻ ഈ 3 വഴിയേ ഉള്ളൂ. അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. ഈ 3 മാർഗങ്ങൾ ആർക്കാണെന്ന് 7-8 പറയുന്നു. കർമ്മങ്ങളിൽ വിരക്തി തോന്നി. ഈ ലോകത്തിൽ ഉള്ള കർമ്മങ്ങളിൽ എനിക്കൊന്നും ഇവിടെ ചെയ്യാനില്ല, വിരക്തി വന്നു. ഈ ലോകത്തെ തന്നെ മടുത്തു, വിരക്തി തോന്നി ഉപേക്ഷിച്ചവർക്ക് സന്യാസി, ഉപേക്ഷിച്ച അവരാണ് സന്യാസികൾ. അവർക്ക് ജ്ഞാനയോഗമാണ്. ജ്ഞാനയോഗവും കർമ്മത്തിലും അവയുടെ ഫലങ്ങളിലും മനസ്സു വെക്കാതെ കാമികൾക്ക് കർമ്മയോഗവും. അപ്പം ഇതെല്ലാം ഉപേക്ഷിച്ച് പോകുന്നവർക്ക് ജ്ഞാനയോഗം, സന്യാസയോഗം. സന്യാസിക്ക് ഇതെല്ലാം ഉപയോഗിച്ച് സന്യാസത്തിലേക്ക് തിരിയുന്നവർക്ക് ജ്ഞാനയോഗം. ഈശ്വരനെ മനസ്സിലാക്കിയിട്ട് യോഗാഭ്യാസത്തിലൂടെയെല്ലാം വേണമെങ്കിൽ അതിനെ പ്രാപിക്കാൻ ശ്രമിക്കാം. അത് സന്യാസി.
എന്നാലും നമ്മൾക്കൊന്നും സന്യാസത്തിലേക്കല്ല പോകുന്നത്. നമ്മൾ കർമ്മം ചെയ്യുകയാണ്, ഭൗതിക ലോകത്തിൽ ജീവിക്കുകയാണ്. അങ്ങനെയുള്ളവർക്ക് കർമ്മത്തിലും അവയുടെ ഫലത്തിലും മനസ്സ് വെക്കാതെ, കർമ്മം ചെയ്യുമ്പോഴും അതിൻ്റെ ഫലത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുക. നമ്മൾ ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണ്, അതുപോലെ ആ ഒരു അവസ്ഥയിൽ കർമ്മം ചെയ്യുക. ഒരാൾ എന്നോട് തരികയാണ്, ഇതൊന്ന് അപ്പം കൊടുത്തേ, ഓ ശരി, എടുത്ത് അപ്പം കൊടുത്തു. നേരെ മറിച്ച് അവനൊരു സാധനം കൊടുക്കണം എന്നൊരാഗ്രഹം വെച്ച് ആരെടുത്തുനിന്നോ പോയി വാങ്ങി കൊണ്ടു കൊടുക്കുന്നത് ഞാൻ എന്ന ചിന്ത വെച്ചാണ്. അങ്ങനെയുള്ള കർമ്മമല്ല. ചെയ്യാൻ വിധിച്ചതാണ്, എന്നാൽ ചെയ്യുന്നു, ഫലത്തെ ഉദ്ദേശിക്കുന്നില്ല. അവർക്ക് കർമ്മയോഗം. പിന്നെ ഏതൊരു മനുഷ്യൻ ഭാഗ്യം മൂലം എൻ്റെ കഥയായി ശ്രദ്ധിച്ച് ആരുമായി ബന്ധമില്ലാതെ ഇരിക്കുന്നവൻ ഭക്തിയോഗം, അവൻ്റെ ഭക്തിയോഗം സിദ്ധിക്കുന്നു. കഥകളെല്ലാം കേട്ട്, കൃഷ്ണനെ പറ്റിയുള്ള കഥകളെല്ലാം മനസ്സിലാക്കിയിട്ട് കൃഷ്ണനിൽ തന്നെ ഭക്തി അർപ്പിച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം മറന്നുകൊണ്ട് കൃഷ്ണൻ്റെ ഭക്തിയിൽ പോകുന്നവർക്ക് ഭക്തിയോഗവും സിദ്ധിച്ചിരിക്കുന്നു. അപ്പോൾ 3 വിഭാഗത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇനി 9. ഏതുവരെ വൈരാഗ്യം ഉണ്ടാകുന്നില്ലയോ ഈ ലോകത്തോട് വെറുപ്പ് തോന്നുന്നില്ല, എൻ്റെ കഥ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ളവർ ഈ ലോകത്തിൽ വൈരാഗ്യമൊന്നും വന്നിട്ടില്ല. എനിക്ക് എൻ്റെ ഭാര്യയുണ്ട്, കുടുംബങ്ങളുണ്ട്, അവരോട് ജോലി ചെയ്യണം, വൈരാഗ്യം വന്നിട്ടില്ല. എൻ്റെ കർമ്മങ്ങളിൽ കഥകളിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല, അല്ല ഭക്തിയൊന്നുമില്ല. അതുവരെ നിത്യ നൈമിത്തിക കർമ്മങ്ങൾ ചെയ്യണം. നമ്മൾ നമുക്ക് ചെയ്യാൻ വിധിക്കപ്പെട്ട കർമ്മങ്ങൾ ചെയ്തു പോവുക. അപ്പം ഭക്തിയില്ലെങ്കിലും വൈരാഗ്യം വന്നിട്ടില്ലെങ്കിൽ, നമുക്കൊന്നും വൈരാഗ്യമില്ല, അപ്പം നമുക്ക് ഭക്തിയൊന്നുമില്ല, കൃഷ്ണനെ പറ്റി ചിന്തയൊന്നുമില്ല, എങ്കിലും നമ്മൾ ചെയ്യേണ്ട എന്താണ്? നമ്മൾ ചെയ്യേണ്ടതായ കർമ്മങ്ങൾ ചെയ്തു പോവുക. കർമ്മത്തിൽ നിന്ന് മാറാൻ പറ്റില്ല, കാരണം നമ്മളെ സൃഷ്ടിച്ച കർമ്മമാണ്, കർമ്മം ചെയ്യാനാണ്. അപ്പം അതങ്ങ് ചെയ്യുക, ഫലേച്ഛയില്ലാതെ. 10 എങ്ങനെ കർമ്മം ചെയ്യണം? ഫലം പ്രതീക്ഷിക്കാതെ തൻ്റെ കർമ്മം അനുഷ്ഠിച്ചുകൊണ്ട്, യാഗങ്ങളിൽ എന്നെ ആരാധിച്ചുകൊണ്ട്. എന്ത് കർമ്മം ചെയ്യുമ്പോൾ അതാണ് യാഗം. അദ്ദേഹത്തെ ആരാധിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തെ ആരാധിക്കുന്നത് എന്താണ്, എങ്ങനെയാണ്? ഒരാൾ ആരാധിക്കേണ്ടിക്ക് എങ്ങനെയാണ് വേണ്ടത്? അയാൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് പ്രവർത്തിക്കുക. അപ്പം വിഷ്ണുവിനെ ആരാധിക്കേണ്ടെങ്കിൽ വിഷ്ണു നമ്മൾ എന്തിനാണോ നമ്മളെ സൃഷ്ടിച്ചത് ആ കർമ്മം വിഷ്ണുവിനായിട്ട് ചെയ്തു കൊടുക്കുക. അതാണ് ആരാധന. നിഷിദ്ധ കർമ്മങ്ങൾക്ക്, കാമ്യ കർമ്മങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കാതെ, കർമ്മങ്ങളിലൊന്നും നമുക്ക് വേണ്ടി എന്നുള്ള ചിന്തയില്ലാതെ ഇരിക്കുന്നുവെങ്കിൽ, നമ്മൾ കർമ്മം ചെയ്യുന്നുണ്ട്, ചെയ്യേണ്ട കർമ്മം ചെയ്തേ പറ്റും. പക്ഷേ എനിക്കതിൽ പ്രത്യേകിച്ച് എൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾ ഒന്നും തന്നെയില്ല. ഫലം പ്രതീക്ഷിക്കാതെ, അതിൽ നിന്ന് ഒരു ഫലവും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെയുള്ളവർക്ക് സ്വർഗവുമില്ല, നരകവുമില്ല. അങ്ങനെ നിസ്വാർത്ഥ കർമ്മം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വർഗവുമില്ല, നരകവുമില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? പാപവുമില്ല, പുണ്യവുമില്ല. എനിക്ക് വേണ്ടിയല്ല ചെയ്യുന്നത്, ആ സ്വീകരിക്കാണ്. പിന്നെ പാപം എങ്ങനെ എന്നെ വരിക? പുണ്യം എങ്ങനെ എന്നെ എനിക്ക് വരിക? സ്വർഗം എങ്ങനെ എനിക്ക് വരിക? നരകം എങ്ങനെ എനിക്ക് വരിക? വരില്ല. 11 ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് നിഷിദ്ധ കർമ്മം ത്യജിച്ചതിനാൽ പാപമില്ല. ഈ ശരീരത്തിൽ തന്നെയാണ് നമ്മൾ ഇരിക്കുന്നത്, എന്നിട്ട് നിഷിദ്ധ കർമ്മം ത്യജിച്ചതിനാൽ, ചെയ്യുന്ന കർമ്മമെല്ലാം
ത്യജിച്ചിരിക്കുകയാണ്. എനിക്ക് വേണ്ടിയല്ല. അപ്പം ആ ചെയ്യുന്ന കർമ്മത്തിന് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അതെനിക്ക് ഏൽക്കില്ല. ഉദാഹരണമായിട്ട് ഒരു ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ ഒരാളെ തൂക്കിക്കൊന്നാൽ കോടതി ഒരാളെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നു, ഞാൻ തൂക്കിക്കൊല്ലുന്നു. എനിക്ക് വേണ്ടിയല്ല ഞാൻ കൊല നടത്തുന്നത്. അപ്പം എനിക്കതില്ല, പാപമില്ല. ഇവിടെ നമ്മൾ ആ ഈശ്വരൻ നമ്മളൊരു കർമ്മം ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് പാപകർമ്മമായാലും എന്നെ അത് ബാധിക്കില്ല. അവന് രാഗാദി ദോഷങ്ങളില്ല. കാരണം അവനെന്തില്ല? രാഗാദി ദോഷങ്ങളില്ല. എനിക്ക് എൻ്റേത് എന്ന സ്വാർത്ഥ ചിന്തകളൊന്നും എനിക്കില്ല. ഒടുവിൽ സ്വധർമ്മനിഷ്ഠനായും കേവലജ്ഞാനിയായും ഒടുവിൽ ഭാഗ്യവശാൽ ഭക്തിയെയും പ്രാപിക്കാം. അങ്ങനെ കർമ്മങ്ങൾ ചെയ്യുന്നവര് ക്രമത്തിൽ ഭാഗ്യവശാൽ ഭക്തിയെ പ്രാപിക്കാം, ജ്ഞാനവും നേടാം. അപ്പം അങ്ങനെ നിസ്വാർത്ഥമായി കർമ്മം ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് കിട്ടും വലിയ ജ്ഞാനങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റും. കാരണം നമ്മളെ മനസ്സ് കാമാണ്. കാമാകുമ്പോൾ പല കാര്യങ്ങളും ക്രമത്തിന് നമ്മിലേക്ക് വരും. ചിലപ്പോൾ നമ്മൾ ഭക്തിയിലേക്ക് തിരിഞ്ഞെന്നും വരും. അങ്ങനെ ജ്ഞാനം കിട്ടുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള തത്വങ്ങളെല്ലാം മനസ്സിലാക്കുമ്പോൾ ചിലപ്പോൾ ഭക്തിമാർഗത്തിലേക്കും എത്തും. ഇപ്പം നിസ്വാർത്ഥ കർമ്മം ചെയ്യുമ്പോൾ, ആസക്തിക്ക് വേണ്ടി കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ ഭക്തിയിലേക്ക് അടുക്കും. ഇനി 12, സ്വർഗത്തിലും നരകത്തിലും ഇരിക്കുന്നവരും അപ്പോഴത്തെ ശരീരം. അപ്പം സ്വർഗത്തിൽ ഒരാൾ ഇരിക്കുന്നുണ്ടെന്ന് പറ്റും, നരകത്തിൽ ഇരിക്കുന്നുണ്ട് പറ്റും. അതിൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരീരമൊന്നും ഇല്ല, അദൃശ്യമായ ശരീരമാണ്. ആ ശരീരം എന്തിനു പറ്റില്ല? ബ്രഹ്മസാക്ഷാത്കാരത്തിന് പറ്റില്ല. ബ്രഹ്മസാക്ഷാത്കാരത്തിന് മനുഷ്യൻ്റെ ശരീരം തന്നെ വേണം. അപ്പോഴത്തെ ശരീരം ജ്ഞാനം ഭക്തിയിലൂടെ മനുഷ്യ ശരീരം പോലെ ഭക്തിമാർഗത്തിന് സാധകമല്ല. അപ്പം സ്വർഗത്തിൽ നരകത്തിൽ ഇരിക്കുന്നവർക്കുള്ള ശരീരം കൊണ്ട് ഭക്തിമാർഗം പറ്റില്ല. ഭക്തിമാർഗം എന്ന് പറഞ്ഞാൽ മനസ്സിലൂടെ നമ്മളെ ശ്രദ്ധ ആ ശ്രീഹരിയിലെത്തിക്കണം. ആ ശരീരത്തിൽ മനസ്സൊന്നുമില്ല. സ്വർഗത്തിലും നരകത്തിലും ഇരിക്കുന്നവരുടെ ശരീരത്തിലല്ല മനസ്സ്. അത്തരമൊരു മനസ്സൊന്നും അതിനില്ല. അതുകൊണ്ട് അവർക്ക് ഭക്തിമാർഗത്തിലൂടെ പോകാൻ പറ്റില്ല. അതിനാൽ അവർ എന്താഗ്രഹിക്കുന്നു? മനുഷ്യ ശരീരം ആഗ്രഹിക്കുന്നു. അപ്പം സ്വർഗത്തിലും നരകത്തിലും ഇരിക്കുന്നവർ പോലും ഭക്തിമാർഗത്തിലൂടെ ശ്രീഹരിയിൽ ലയിക്കുവാനുള്ള ആഗ്രഹം കൊണ്ട് ഒരു മനുഷ്യനായിട്ട് ജനിച്ചാൽ മതിയാണെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ സ്വർഗത്തിൽ പോകുന്ന നരകത്തിൽ പോകുന്നതിനെക്കാട്ടിയും നല്ലത് മനുഷ്യനായിട്ട് ജനിക്കുന്നതാണ്. കാരണം മനുഷ്യന് മാത്രമേ ബ്രഹ്മസാക്ഷാത്കാരം, ഭക്തിമാർഗത്തിലൂടെ ബ്രഹ്മസാക്ഷാത്കാരം സാധിക്കുകയുള്ളൂ. ഏത് മാർഗത്തിലൂടെയും ബ്രഹ്മസാക്ഷാത്കാരം നേടേണ്ടെങ്കിൽ ഈ മനുഷ്യ ശരീരം കിട്ടിയേ പറ്റും. 13, വിവേകികൾ നരകത്തിൽ പോകാൻ ആഗ്രഹിക്കാത്തതുപോലെ ജ്ഞാനമുള്ളവർ നരകത്തിൽ പോകാൻ ആഗ്രഹിക്കില്ല. അതുപോലെ സ്വർഗത്തിൽ പോകാനും ആഗ്രഹിക്കരുത്. നമുക്ക് സ്വർഗവും വേണ്ട. വിവേകികളായത് നരകത്തിൽ പോകാൻ ആഗ്രഹിക്കില്ല, പക്ഷേ സ്വർഗത്തിലും പോകാൻ ആഗ്രഹിക്കരുത്. ഈ മനുഷ്യ ശരീരത്തെയും ആഗ്രഹിക്കരുത്. ശരീരത്തിൽ ഭ്രമം പാടില്ല. വിവേകികൾ സ്വർഗവും ആഗ്രഹിക്കരുത്, നരകവും ആഗ്രഹിക്കരുത്, ഈ ശരീരത്തിലും ആഗ്രഹം വെക്കരുത്. കാരണം അഹം മഹ മമ ഈ ബന്ധമുണ്ടാകുന്നു. ശരീരത്തിൽ ആഗ്രഹിച്ചു പോയാൽ ഞാൻ എൻ്റേത്, എൻ്റെ ആൾക്കാർ എന്നീ മമതയെല്ലാം അതിൻ്റെ കൂടെ കയറി വരും.
അപ്പോൾ സ്വരൂപസന്ധാനമില്ലാത്തവരായി ഭവിക്കുന്നു. ശരിയായ ഞാൻ ആരാണെന്ന്, ശരിയായ ഞാൻ എന്താണ്? ആത്മാവാണ്, ബ്രഹ്മമാണ്. അതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള അവസരം നഷ്ടപ്പെടുന്നു. 14. ഇതറിഞ്ഞ മനുഷ്യൻ പുരുഷാർത്ഥങ്ങൾ നേടിത്തടുന്ന ശരീരമെങ്കിലും, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ഇതെല്ലാം നേടിത്തരുന്ന ശരീരമാണെങ്കിലും അതിന് മരണധർമ്മമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഈ ശരീരം ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോകും. അത് മനസ്സിലാക്കിയിട്ട് ആലസ്യം വെടിഞ്ഞ് മരണത്തിന് മുൻപ് തന്നെ മോക്ഷം പ്രാപിക്കണം. മരിച്ചു കഴിഞ്ഞാൽ ശരീരം നഷ്ടപ്പെട്ട് പിന്നെ മോക്ഷം പ്രാപിക്കാൻ പറ്റില്ല. അപ്പം മരിക്കുന്നതിന് മുമ്പ് തന്നെ മോക്ഷം നേടണം. മോക്ഷം എന്ന് പറഞ്ഞാൽ ബ്രഹ്മസാക്ഷാത്കാരം. നമ്മുടെ ഞാനെന്ന ചിന്ത ഇല്ലാതാക്കിയിട്ട് അതിനെ ഈശ്വരനിലേക്ക് ലയിപ്പിക്കണം. അങ്ങനെ ലയിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ മരണമില്ല. മരിക്കാൻ ഞാനില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് മരിക്കുന്നത്? പിന്നെ ഈ ശരീരം എന്ന് പറഞ്ഞാൽ കളയുകയാണ്. നമ്മൾ അതിന് മുമ്പ് തന്നെ ശരീരത്തെ കളയുകയാണ്. ഇനി 15. ഭയമില്ലാത്ത യമന്മാരായ മനുഷ്യരാൽ, യമന സമാനമാണ് നമ്മൾ. എപ്പോഴ്? മരം മുറിക്കുമ്പോൾ. പക്ഷികൾ താമസിക്കുന്ന മരത്തെ നമ്മൾ മുറിക്കുകയാണ്, മരത്തെ നശിപ്പിക്കുകയാണ്. അപ്പം നമ്മളാരാണ്? നശിപ്പിക്കുന്ന ജോലി ആയിരിക്കാണ്? യമനാണ്, കാലനാണ്. അപ്പം മരത്തിൻ്റെ കാലനായിട്ട് ആര് മാറുകയാണ്? നമ്മൾ. അപ്പം ഭയമില്ലാത്ത യമന്മാരായ മനുഷ്യരാൽ മുറിക്കപ്പെട്ട മരം, ആ മരത്തിൽ പക്ഷികൾ എന്തുണ്ട്? താൻ സ്വയം കൂടുകൂട്ടി. പക്ഷികൾ ആ മരത്തിൽ പോയിട്ട് കൂടുകൂട്ടി തൻ്റെ വാസസ്ഥലമായി അതങ്ങ് അംഗീകരിച്ചു. ഈ മരമാണ് തൻ്റെ വാസസ്ഥലം എന്ന് പക്ഷികൾ വെച്ച് കൂടും കുത്തി മുട്ടയെല്ലാം വേപ്പിച്ച് ആ മരത്തിലിരിക്കുമ്പോഴാണ് യമനാകുന്ന മനുഷ്യൻ വന്നിട്ട് ആ മരത്തെ മുറിച്ചു കളയുന്നു. അപ്പോൾ വിവേകമുള്ള പക്ഷി എന്ത് ചെയ്യുന്നു? ആ മരത്തെ ഉപേക്ഷിച്ച് എന്നാൽ പിന്നെ ഈ മരം വേണ്ട, ഞാൻ വേറെ എവിടെയും പോയിക്കൊള്ളാമെന്ന് വെച്ച് അത് വേറെ സ്ഥലത്തേക്ക് പോകും. അതിനെ ത്യജിച്ചിട്ട് ആ മരവുമായിട്ടുള്ള ബന്ധം ത്യജിച്ചിട്ട്, മരവുമായുള്ള ബന്ധം, എൻ്റെ കൂട്ടുള്ള മരം, അത് വിട്ട് ക്ഷേമം പ്രാപിക്കുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ശരീരത്തെ കളയാൻ ശ്രമിക്കണം. 16. അനേക ദിവസങ്ങളിലൂടെ ആയുസ് നശിപ്പിക്കപ്പെട്ടതറിഞ്ഞ് ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മുടെ ആയുസ് ഒന്ന് വെച്ച് കുറയുകയാണ്. എന്നിട്ട് ഭയപ്പെടും. ഇത് ചിന്തിക്കുന്നവന് ഭയമുണ്ടാകും. മരണത്തോടടുക്കുകയാണ്, വിറച്ചുകൊണ്ട് ബന്ധം ഉപേക്ഷിച്ച്. അപ്പോൾ എന്ത് ചെയ്യും? എല്ലാ ബന്ധങ്ങളും ഇത് മരിക്കാൻ പോവുകയാണ്. മരിക്കാൻ പോകുന്നതിന് പിന്നെ ബന്ധമൊന്നും ഉണ്ടാവില്ല. ബന്ധമെല്ലാം ഉപേക്ഷിച്ച് പരമാത്മസ്വരൂപം മനസ്സിലാക്കിയിട്ട് മോക്ഷം പ്രാപിക്കണം. ഞാൻ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. മരണഭയം ഉണ്ടാകുമ്പം പിന്നെ ബന്ധുക്കളെ പറ്റിയൊന്നും ചിന്തയുണ്ടാവില്ല. എല്ലാം കളഞ്ഞിട്ട് പരമാത്മാവിനെ ശരണം പ്രാപിക്കുക. അങ്ങനെ മോക്ഷം പ്രാപിക്കാം. 17. ദുർലഭമായി ലഭിക്കുന്ന ഈ ശരീരം അപൂർവമായിട്ട് മനുഷ്യ ശരീരം ലഭിക്കുകയുള്ളൂ. അത് നേരത്തെ പറഞ്ഞു. ഫലം നൽകുന്ന ഇതിലാണ് ഫലം കിട്ടുന്നത്. സമർത്ഥമായ ശരീരത്തെ, ഭയങ്കര ആക്റ്റീവാണ് ഈ ശരീരം, അതിന് സംശയമൊന്നുമില്ല. ഗുരു എന്ന കപ്പിത്താനാൽ നയിക്കപ്പെട്ട്, ഇപ്പം ഈ ശരീരത്തെ നയിക്കുവാൻ ഇതൊരു കപ്പലായിട്ട് സങ്കല്പിക്കുകയാണ്. ഈ കപ്പലിനെ നയിക്കുവാൻ ഒരു കപ്പിത്താൻ, അതാണ് ഗുരു. അപ്പം ഗുരുവിനെ ആശ്രയിച്ച്
ഈ കപ്പലിന് ഞാനെന്ന കാറ്റ്, ഞാനെന്ന ചിന്തയാണ് ഈ കപ്പലിനെ തള്ളിക്കൊണ്ടുപോകുന്നത്. അപ്പം ഞാനെന്ത് വേണം? ഗുരുവിൻ്റെ വാക്ക് കേട്ട് ഞാനെന്ന കാറ്റിനാൽ മരത്തിൻ്റെ ഈ തോണിയാകുന്ന ഈ ശരീരത്തെ തള്ളിക്കൊണ്ട് എന്ത് വേണം? സംസാര സാഗരത്തെ മറികടക്കാൻ ഉപയോഗിക്കുന്നില്ലയോ ഒരു ഗുരുവിൻ്റെ സഹായത്തോടു കൂടി ഈ ശരീരമാകുന്ന മരത്തോണിയെ കാറ്റാകുന്ന ഞാനെന്ന ചിന്ത തള്ളിക്കൊണ്ടുപോയി ഈ സംസാര സാഗരത്തെ മറികടക്കാൻ, ഈ ജനന മരണ പ്രക്രിയയെ മറികടക്കാൻ ശ്രമിക്കുന്നില്ലയോ അവൻ ആത്മഹത്യയാണ് ചെയ്യുന്നത്. അവൻ്റെ ജീവിതം ആത്മഹത്യക്ക് തുല്യമാണ്. അതായത് ഗുരുവിൻ്റെ സഹായത്താൽ നമ്മളെ മനസ്സ് ശരീരത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോയിട്ട് ഈ ജനന മരണ പ്രക്രിയയിൽ നിന്നും മറികടക്കണം. അത് ഈ ശരീരത്തിലിരുന്നാലേ പറ്റും. അതേസമയം ശരീരത്തെ നിയന്ത്രിച്ചുകൊണ്ട് തന്നെ മറികടക്കണം. മറികടന്നില്ലെങ്കിൽ അവൻ യഥാർത്ഥത്തിൽ ആത്മഹത്യയിലേക്കാണ് പോകുന്നത്. എപ്പോൾ 18 എപ്പോൾ കർമ്മങ്ങളിൽ നിർവിണ്ണനായും, കർമ്മം ചെയ്യുമ്പോൾ ഒരു വികാരമില്ലാതെ, കർമ്മഫലങ്ങളിൽ വിരക്തനായും, കർമ്മഫലത്തെപ്പറ്റി ചിന്തിക്കാതെ ഇന്ദ്രിയങ്ങളെ അടക്കി ആത്മചിന്തയിൽ മനസ്സിനെ ഒതുക്കി യോഗി നിലനിൽക്കണമെന്ന് പറയുകയാണ്. എപ്പോഴും കർമ്മങ്ങളിൽ വിമുക്തനായിക്കൊണ്ട്, വിമുക്തനല്ല, നമ്മൾ കർമ്മം ചെയ്യണം, നിർവിണ്ണനായിട്ട് കർമ്മം ചെയ്യണം. പക്ഷെ എനിക്ക് വേണ്ടി എന്നുള്ള ചിന്തയില്ലാതെ എല്ലാം സ്വീകരിക്കും. എൻ്റെ ധർമ്മമാണ്, ഞാൻ ചെയ്തു കൊടുക്കേണ്ട കർമ്മമാണ് ചെയ്തു കൊടുക്കുന്നത്. ഫലം ഇച്ഛിക്കാതെ വിരക്തിയോടുകൂടി ഇന്ദ്രിയങ്ങളെ അടക്കിക്കൊണ്ട് മനസ്സിന് എന്ത് വേണം? എപ്പോഴും ആത്മാവിൽ ഒതുക്കിക്കൊണ്ട് നിലനിൽക്കണം. അങ്ങനെ നിലനിർത്തപ്പെട്ടാൽ 19 പറയുകയാണ്, എപ്പോൾ ലോകം ചുറ്റുന്ന സ്വഭാവം നിർത്തുന്നുവോ. ലോകം ചുറ്റുന്ന സ്വഭാവം ആർക്കാണുള്ളത്? മനസ്സിനാണ്. മനസ്സിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കും, അടുത്ത നിമിഷം ട്രംപിനെ പറ്റിയാണ് വിചാരിക്കുക, അടുത്ത നിമിഷം ചായക്കടയിൽ ചിക്കനെ പറ്റിയായിരിക്കും ചിന്തിക്കുക. ഇങ്ങനെ ഓരോ ഇതിൽ ഓടി നടക്കും. ലോകം ചുറ്റുകയാണ്. ലോകം ചുറ്റുന്ന സ്വഭാവം നിർത്തുന്നുവോ, എപ്പോൾ അതിനെ തൻ്റെ അധീനതയിലാക്കുന്നുവോ. ഈ മനസ്സിനെ പിടിച്ചിട്ട് തൻ്റെ അധീനതയിൽ വെക്കണം. നീ അങ്ങനെ ലോകം ചുറ്റി നടക്കണ്ട. അപ്പോഴെന്ത് പറ്റും? മനസ്സിനെ ഇഷ്ടം പോലെ അലയുവാൻ വിടാത്ത അവസ്ഥയിലേക്ക് എത്തും. പിന്നെ മനസ്സ് ഞാൻ വിചാരിച്ചാലേ ഇന്ന ദശയിലേക്ക് പോകും. അപ്പോൾ ബുദ്ധിയാൽ എനിക്ക് മനസ്സിനെ എൻ്റെ ആഗ്രഹത്തിനൊത്ത് നയിച്ചു കൊണ്ടുപോകാൻ പറ്റും. ഇനി 21 അടക്കപ്പെടേണ്ട ചണ്ടിക്കുതിരയെ, ഒരു കുതിരയുണ്ട്, ആദ്യം തന്നെ പിടിച്ചു കെട്ടി കൊണ്ടുവന്നിരിക്കുകയാണ് കുതിര വണ്ടിക്ക് കെട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ചണ്ടിക്കുതിരയാണ്. അതിൻ്റെ സ്വഭാവം ചണ്ടിക്ക് സമാനമാണ്. അതിന് പല ഭാഗത്തേക്ക് ഓടേണ്ട സ്വഭാവമായിരിക്കും. അപ്പം അങ്ങനെയുള്ളൊരു കുതിരയെ കിട്ടി വണ്ടിക്ക് കെട്ടി കുതിരക്കാരൻ എന്ത് ചെയ്യും? പല പ്രാവശ്യം അവന് അതിൻ്റെ ഇച്ഛക്കൊത്ത് വിട്ടിട്ട് ആ കുതിര ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോകും. അപ്പോൾ ഒന്ന് വിട്ടുകൊടുക്കും, ശരി പോകട്ടെ. എന്നിട്ട് ക്രമത്തിൽ പിടിച്ച്
അവസാനം നമ്മൾ പോകുന്ന വഴി, നമ്മൾ ഉദ്ദേശിക്കുന്ന വഴിയിലേക്ക് കുതിര പോകുന്ന തരത്തിൽ കൊണ്ടുവരും. അതുപോലെ ഈ ചണ്ടിക്കുതിരയാവുന്ന മനസ്സ് പലയിടത്ത് ഓടി നടക്കുകയാണ്. അതിനങ്ങ് ഇഷ്ടത്തിന് വിടണം. എന്നിട്ട് ക്രമത്തിൽ പിടിച്ച് നമ്മളെ കൺട്രോളിൽ ആക്കണം. അതാണ് ശ്രേഷ്ഠമായ യോഗം. അങ്ങനെ അലയുന്ന മനസ്സിനെ ക്രമത്തിൽ പിടിച്ച് നമ്മിലേക്ക് ആത്മാവിൽ ബന്ധിക്കുന്നതാണ് ശ്രേഷ്ഠമായ യോഗം. 22. മനസ്സ് നിശ്ചലമാകുന്നത് വരെ, അങ്ങനെ മനസ്സിനെ നിശ്ചലമാക്കണം. തത്വവിചാരങ്ങളിലൂടെ മഹത്തത്വം മുതൽ, പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായ മഹത്തത്വങ്ങളിലൂടെ, സയൻസിലൂടെ, വേദത്തിലൂടെ, അത് തൊട്ട് ദേഹാവസാനം മരണം വരെയുള്ള കാര്യങ്ങൾ, അതായത് സൃഷ്ടി മുതൽ സംരക്ഷണം സംഹാരം വരെയുള്ള, നമ്മുടെ ശരീരമുണ്ടായി മരിക്കുന്നത് വരെയുള്ള സംഗതികൾ നമ്മൾ എന്ത് വേണം? അനുലോമമായും പ്രതിലോമമായും ധ്യാനിക്കണം. എപ്പോഴും ഈ ശരീരം ജനിച്ചിട്ട് ഇങ്ങനെ പോയി മരിക്കുന്നത് വരെയുള്ള സംഭവങ്ങൾ രണ്ട് ദിശയിലും തിരിച്ചും മറച്ചും എന്തെല്ലാമാണ് സംഭവിക്കുന്നത് എന്ന് നമ്മളിങ്ങനെ മനസ്സിലോട്ട് ആദ്യം ഒന്ന് ചിന്തിച്ച് ധ്യാനിക്കണം. ധ്യാനിക്കുന്ന പോലെ ഇരുന്നിട്ട് ഗാഢമായിട്ട് എന്താണ് ഈ ജീവിതം, എവിടെ നിന്നോ തുടങ്ങുന്നു, എവിടെ നിന്നോ അവസാനിക്കുന്നു, ഇത് രണ്ട് രൂപത്തിലും ചിന്തിച്ചു കൊടുക്കുക. കാരണം തുടങ്ങും, അവസാനിക്കും, അവസാനിക്കുന്നിടത്ത് പിന്നെയും തുടങ്ങും, അവസാനിക്കും, പുനർജന്മത്തിലൂടെ. 23. സംസാരത്തിൽ വെറുപ്പോടെ വിരക്തനായി. ആദ്യം സംസാരത്തെ വെറുക്കാൻ പഠിക്കണം. ഈ സംസാരത്തിൽ വെറുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും കുറ്റപ്പെടുത്തുകയില്ല, സംസാരത്തെ തന്നെ, ഈ ലോകത്തോട് നമുക്ക് വെറുപ്പ് തോന്നുക, എന്നിട്ട് വിരക്തനാവുക, എന്നിട്ട് ഗുരു ഉപദേശിച്ച പ്രകാരം അടിക്കടി ചിന്തിക്കുന്നവൻ, അടിക്കടി ഗുരു ഉപദേശിക്കുന്ന തരത്തിലൂടെ വിരക്തിയിലൂടെ നീങ്ങുമ്പോൾ ഒടുവിൽ ദേഹാഭിമാനം കൈവഴിയും. ഞാൻ എൻ്റേത് എന്നുള്ള അഭിമാനങ്ങളെല്ലാം ക്രമത്തിൽ നശിക്കും. അതിന് വേണ്ടത് ജീവിതത്തിൽ വിരക്തി തോന്നണം. ഈ ഭൗതിക ലോകത്തിൽ വിരക്തി തോന്നുക. അതിന് പറ്റിയൊരു ഗുരു അത് സഹായിക്കുന്ന തരത്തിൽ ഉപദേശം നൽകി. വേദത്തിലുണ്ടല്ലോ, ഉപനിഷത്തിലുണ്ട്. എന്നിട്ട് അതിൻ്റെ പറ്റി തന്നെ ചിന്തിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ദേഹാഭിമാനം കൈവെടിയുന്നു. ഇനി 24. യമനിയമങ്ങൾ കൊണ്ട്, നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആത്മാവിനെ പറ്റിയുള്ള ജ്ഞാനം കൊണ്ടോ എന്നെ ഉപാസിക്കുന്നതിനാലോ എന്നെ അർച്ചിക്കുന്നതിന്, അർച്ചിക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ കർമ്മവും അങ്ങേക്കായി ചെയ്യുന്നത് കൊണ്ടോ എന്നെ ധ്യാനിക്കണം. ധ്യാനയോഗത്തിൻ്റെ വഴി അതാണ്. യമനിയമങ്ങൾ കൊണ്ട്, ആത്മാവിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ട്, എല്ലാ കർമ്മങ്ങളും ശ്രീഹരിക്കായി ചെയ്തുകൊണ്ട്, മനസ്സെപ്പോഴും ശ്രീഹരിയിൽ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ ധ്യാനിച്ചു കൊണ്ടിരിക്കണം. വേറെ മോക്ഷമാർഗത്തിന്, ഭക്തിമാർഗത്തിലൂടെയുള്ള മോക്ഷത്തിന് വേറെ വഴി ഇല്ല. അവസാനം എത്തിച്ചേരുന്ന ഭക്തി തന്നെയാണ്, ഏത് മാർഗം സ്വീകരിച്ചാലും. യോഗി പ്രമാദത്താൽ നിന്ദ്യകർമ്മങ്ങൾ ചെയ്താൽ, ഒരാൾ യോഗിയായിരിക്കുമ്പോൾ ചിലപ്പോൾ തെറ്റായ പ്രവൃത്തിയെല്ലാം ചിലപ്പോൾ ചെയ്തു പോകാം. ഈ മാർഗത്തിനെതിരായത്, തെറ്റ് എന്ന് പറഞ്ഞാൽ ഈ മാർഗത്തിനെതിരായ തെറ്റ് ചെയ്തു പോയാൽ ആ പാപത്തെ യോഗാഭ്യാസം കൊണ്ട് നശിപ്പിക്കണം.
യോഗാഭ്യാസം ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. വേറെ പ്രായശ്ചിത്തം ചെയ്യരുത്. പ്രായശ്ചിത്തം ചെയ്യാനൊന്നും പോകണ്ട. യോഗാഭ്യാസവും മെഡിറ്റേഷനും കൊണ്ട് ഇനി അങ്ങ് മറികടന്നാൽ മതി. പ്രായശ്ചിത്തം ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളെ ഉള്ളിൽ നമ്മൾ ചെയ്തു പോയി എന്നൊരു ചിന്തയുണ്ട്. നമ്മളൊരു ചിത്തം ചെയ്യുന്നില്ല. നമ്മൾ ചെയ്യുന്നതെല്ലാം ആ ശക്തി തീരുമാനിച്ചതാണ്. പിന്നെ അങ്ങനെയുള്ള ചിന്തയുടെ ആവശ്യമൊന്നുമില്ല. പക്ഷേ യോഗമാർഗത്തിന് തെറ്റായി ചെയ്തു പോയാൽ അതിനെ നിയന്ത്രിക്കാനുള്ള ഒരു വഴിയേ ഉള്ളൂ, യോഗാഭ്യാസം പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ആ പാപമെല്ലാം ഇല്ലാതായിക്കൊള്ളും, നേരായ വഴിയിലേക്ക് സ്വയം നീങ്ങിക്കൊള്ളും. അവനവനിൽ അധികാരത്തിലിരിക്കുന്നതാണ് ഗുണം. അവനവനൊരു സ്റ്റേജുണ്ട്, അതിലിരിക്കുക, അതാണ് ഗുണം. അവനവൻ്റെ കസേരയിലിരിക്കണം, ഇല്ലെങ്കിൽ അവിടെ പട്ടിയിരിക്കും എന്ന് പറഞ്ഞതുപോലെ അവനവന് അധികാരത്തിലിരിക്കുന്നതാണ് ഗുണം. ഇപ്പം നമ്മൾ ഗേറ്റ് കാവൽക്കാരനാണെങ്കിൽ ഗേറ്റിനെ കത്ത് കൊടുക്കുക, ആ കർമ്മം ചെയ്യുന്ന ഗുണമാണ്. അല്ല ഗേറ്റ് വാൻ കയറിയിട്ട് ക്ലാസ്സിൽ വന്നിട്ട് പിള്ളേരെ നിയന്ത്രിക്കാൻ നോക്കിക്കഴിഞ്ഞാലോ അത് ശരിയാവില്ല. നല്ല പ്രവൃത്തി തന്നെയായിരിക്കും. പിള്ളേർ ബഹളം വെക്കുമ്പോൾ ഗേറ്റ് കീപ്പർ വന്നിട്ട് പിള്ളേരെ രണ്ടടിക്കുക, മിണ്ടാടിയിടാന്ന് പറയുന്നത് തെറ്റാണ്. അപ്പം അവനവൻ്റെ അധികാരത്തിൽ ഇരിക്കുക, അതാണ് ഗുണം. ജനനം മുതൽ പ്രകൃതിയാലുള്ള പ്രവൃത്തിയാൽ സംഭവിക്കുന്നത് അശുദ്ധം. ജനനം മുതൽ പ്രകൃതിയാലുള്ള നമ്മൾ ചെയ്യേണ്ട ചില കർമ്മങ്ങളുണ്ട്. നമ്മളെ ജനിപ്പിക്കുന്നതിനാണ്, ചില കർമ്മം ചെയ്യാനാണ്. അതാണ് പ്രകൃതിയിലുള്ള നമ്മുടെ സേവനം. ആ കർമ്മങ്ങളിൽ ഈ മാർഗത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. പ്രകൃതിയായുള്ള കർമ്മം നമ്മളെങ്ങനെയാണ് ചെയ്യുന്നത്? ഞാൻ എന്ന ചിന്ത വെച്ചിട്ട്. പക്ഷെ ഈ മാർഗത്തിൽ ഞാനെന്ന ചിന്ത തെറ്റാണ്. അപ്പം ജനനം മുതൽ പ്രകൃതിയായുള്ള പ്രവൃത്തികളിൽ സംഭവിക്കുന്ന അശുദ്ധം, അതായത് ഞാൻ എൻ്റേത് എന്ന് വെച്ചിട്ട് ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം അശുദ്ധമാണ്. വിഷയരാഗങ്ങളെ വിടുന്നതിലൂടെ ഒഴിവാക്കാം. ആഗ്രഹങ്ങൾ, വിഷയങ്ങളിൽ ആഗ്രഹങ്ങളിൽ ഉണ്ടാവുക, അതായത് എനിക്ക് വേണ്ടി എന്ന ചിന്തയോടുകൂടി ചെയ്യുക. ഒരു മാങ്ങ കാണുമ്പോൾ എനിക്കത് വേണം, ആ വിഷയങ്ങളിലുള്ള താല്പര്യത്തോടുകൂടി എനിക്ക് എന്ന ചിന്തയോടുകൂടിയുള്ള ചിന്ത ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ ദോഷം ഒഴിവാകും. പ്രകൃതിയാലുള്ള ദോഷങ്ങൾ, പ്രകൃതിയാൽ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് ഞാൻ എനിക്ക് എൻ്റെ വീട്ടുകാർക്ക് വേണ്ടി എന്ന നിലയിലാണ്. അത് രാഗദോഷങ്ങളിലേക്ക് നയിക്കും. ആ രാഗദോഷങ്ങളെ നിയന്ത്രിച്ചാൽ ഈ ദോഷവും ഇല്ലാതായി. ലൗകിക കർമ്മം 27-28. ലൗകിക കർമ്മങ്ങളിൽ ദുഃഖത്തെ വെറുക്കുന്നവന് ലൗകിക ജീവിതത്തിൽ ദുഃഖമുണ്ടാകും. അതിനെ വെറുക്കരുത്. നേരത്തെ തന്നെ വേദം പറഞ്ഞതാണ്, സുഖത്തിലും ദുഃഖിക്കരുത്, സുഖത്തിലും സന്തോഷത്തിലും ഒരേ നിലയിലായിരിക്കണം. അപ്പം ലൗകിക കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ദുഃഖത്തെ വെറുക്കുന്നത് ശരിയല്ല. ദുഃഖം അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇപ്പോൾ ഒരാൾ നമ്മളെ അച്ഛനും അമ്മയും മരിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അതിന് ദുഃഖിച്ചിട്ട് കാര്യം എന്താ? അവരുടെ സമയത്ത് അവർ പോയി. അപ്പം ലൈംഗിക കർമ്മങ്ങളിൽ ദുഃഖത്തെ വെറുക്കുന്നവരും മരിക്കുമ്പോൾ വേണ്ടപ്പെട്ടവർ മരിക്കുമ്പോൾ നിലവിളിക്കും, വെറുക്കുകയാണ് ആ മരണത്തെ. അതിലർത്ഥമുണ്ടോ? ഇല്ല. ദുഃഖം ഉണ്ടാവും. എന്തെങ്കിലും ഒരു ദിവസം മരിക്കുമല്ലോ, അപ്പം അന്ന് ദുഃഖം ഉണ്ടാവില്ല. അപ്പം ദുഃഖത്തെ വെറുക്കുക, മരിക്കരുത് എന്ന് ചിന്തിക്കുക.
കർമ്മഫലമെന്നറിഞ്ഞിട്ടും അതിനെ വിടുവാൻ അശക്തരായവരും. കർമ്മത്തിൻ്റെ ഫലം വിടുക. എനിക്ക് വേണ്ട, ഞാൻ കർമ്മം ചെയ്യുന്നു, എനിക്കതിൻ്റെ ഫലമൊന്നും ആവശ്യമില്ല എന്ന അവസ്ഥയെ സ്വീകരിക്കാൻ ശക്തിയില്ലാത്തവരും. നമ്മളെല്ലാം കർമ്മം ചെയ്താൽ ഫലം കിട്ടണം, ഫലം നോക്കും. ഞാൻ ഉദ്ദേശിച്ച കർമ്മം ചെയ്യുന്ന ഫലം കിട്ടിയിട്ടുണ്ടോ, അത് ഒഴിവാക്കാൻ ശക്തിയില്ലാത്തവരും ആ ദുഃഖം നൽകുന്ന കർമ്മഫലത്തെ നിന്ദിക്കുന്നവരായിക്കൊണ്ട് എപ്പോഴും ഇരിക്കും. അങ്ങനെയുള്ളവർ എപ്പോഴും ദുഃഖം ഉണ്ടാവും, അതിനെ നിന്ദിച്ചുകൊണ്ടേ നടക്കും. അയ്യോ എനിക്ക് സംഭവിച്ചു, ഇത് സംഭവിച്ചു, മറ്റേത് സംഭവിച്ചു, ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് ഇരിക്കും. അതിൽ നിന്ന് മോക്ഷം ലഭിക്കില്ല. അതിനാൽ ഭക്തി കൊണ്ട് സകലതും സിദ്ധിക്കുമെന്ന് നിശ്ചയിച്ച് അതിൽ നിന്നും മോക്ഷം നേടാനുള്ള ഒരു വഴി ഭക്തിമാർഗത്തിൽ സഞ്ചരിച്ചാൽ എല്ലാം നേടാമെന്നുള്ള ഒരു ചിന്തയോടുകൂടി അതിലേക്ക് തിരിയുക. അങ്ങനെ എന്നെ ഉപാസിക്കുക. അപ്പം ദുഃഖമുണ്ടാകുമ്പോൾ ആ ദുഃഖത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ദുഃഖമൊന്നും ഉണ്ടാകാതെ ഒരൊറ്റ വഴിയേ ഉള്ളൂ, ഭക്തിമാർഗം. ബാക്കിയുള്ള മാർഗത്തിലെല്ലാം ദുഃഖമുണ്ടാവും, പിന്നെ എപ്പോഴും ദുഃഖിച്ചിരിക്കാനേ നേരമുണ്ടാവും. അത് ഒഴിവാണ്ടെങ്കിൽ അതെല്ലാം മറന്നിട്ട് ഭക്തിമാർഗത്തിൽ തിരിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഭാവിയിൽ ദുഃഖം ഉണ്ടാവില്ല. അങ്ങനെ എന്നെ എപ്പോഴും ഭജിക്കുന്ന ഭക്തൻ്റെ മനസ്സിലെ സർവ്വകാമങ്ങളും നശിക്കുന്നു. അപ്പം എന്നെ ഭജിച്ചുകൊണ്ടിരിക്കുമ്പം നിങ്ങളുടെ ഉള്ളിലെ കാമം നശിക്കും. നിങ്ങളുടെ ഉള്ളിൽ പിന്നെ ഒരു ആഗ്രഹവും ഉണ്ടാവില്ല. നമ്മളിന്ന് ഭക്തി കാണിക്കുന്നത് കാര്യം നേടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ പറയുന്നത് എന്നിൽ ഭക്തി ഉണ്ടായാൽ നിങ്ങൾക്ക് കാമങ്ങളൊന്നും ഉണ്ടാവില്ല, ചോദിക്കാനൊന്നും തോന്നില്ല. എല്ലാവരുടെയും ആത്മാവിനെ ഞാൻ ദൃഷ്ടിഗോചരമാക്കുമ്പോൾ അഹങ്കാരം നശിക്കുന്നു. 36. അങ്ങനെ ആരെയെല്ലാം ആത്മാവിനെ ബ്രഹ്മത്തിലേക്ക് അടുപ്പിക്കുന്നു, ഞാനാണ് അടുപ്പിക്കുന്നത്, ബ്രഹ്മത്തിലേക്ക് അടുപ്പിക്കുമ്പോൾ അപ്പോഴവരുടെ അഹങ്കാരം നശിക്കുന്നു. എന്താണ് അഹങ്കാരം? ഞാനെന്ന ചിന്ത നശിക്കുന്നു. പിന്നെ അവർക്ക് ഞാനെന്ന ചിന്തയില്ല. അത് ആർക്കേ പറ്റുകയുള്ളൂ? കർമ്മം തീർന്നവർക്കേ സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആഗ്രഹിക്കുമ്പോൾ, ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ കർമ്മം തീരുന്നത് ആ ശക്തിയാണ് തീരുമാനിക്കും. ഇനി തൊട്ട് ഇവനൊരു കർമ്മവുമില്ല. അപ്പോഴെന്നിൽ ഞാനെന്ന ചിന്ത അങ്ങെടുത്ത് മാറ്റും. അത് ആ ശക്തിയാണ്. അതോടെ അസാധ്യമെന്ന സകല സംശയങ്ങളും നശിക്കുന്നു. അപ്പോൾ പിന്നെ അവൻ്റെ ഉള്ളിൽ ഒരു സംശയങ്ങളുമില്ല. അവൻ ബ്രഹ്മസമാനമായി മാറുകയാണ്. സംസാരഫലം നൽകുന്നതും നൽകാത്തതുമായ എല്ലാ കർമ്മഫലങ്ങളും നശിക്കും. പിന്നെ അവന് കർമ്മഫലത്തെപ്പറ്റി ചിന്തയില്ല. 31. അതിനാൽ എന്നിൽ മനസ്സർപ്പിച്ചവന് വൈരാഗ്യം മൂലം ശ്രേയസ്സോ ജ്ഞാനമോ ആകുന്നില്ല. എന്നിൽ മനസ്സർപ്പിച്ചാൽ പിന്നെ അവൻ ശ്രേയസ്സും ആഗ്രഹിക്കുന്നില്ല, ജ്ഞാനവും ആഗ്രഹിക്കുന്നില്ല. അപ്പം ഭക്തിമാർഗത്തിൻ്റെ പ്രത്യേകത, അവന് ഈ പ്രപഞ്ച രഹസ്യമൊന്നും അറിയണ്ട, ജ്ഞാനമൊന്നും വേണ്ട, വേറെ സയൻസൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. എത്ര താഴെയുള്ളവരും ഭക്തി, ഈ പ്രപഞ്ചത്തിൽ ഒരൊറ്റ ശക്തിയുള്ളൂ, ആ ശ്രീഹരിയാണ് എന്നെ നയിക്കുന്നത്, ഈ ഒരൊറ്റ ചിന്ത മതി, വേറെ പഠിപ്പൊന്നും വേണ്ട. അവന് ജ്ഞാനവും വേണ്ട, ശ്രേയസ്സും വേണ്ട, ഒന്നും വേണ്ട. അതാണ് ഭക്തിമാർഗത്തിൻ്റെ പ്രത്യേകത. ഒരു ഈശ്വരനുണ്ട്, ഒന്നേ ഉള്ളൂ. അതാണ് ഞാനായി തീർന്നതും എന്നെ നയിക്കുന്നതും എന്നെക്കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നതും ലോകത്തിലുള്ള എല്ലാം ഈശ്വരൻ തന്നെയാണ് എന്നുള്ള ചിന്ത, വെറും ചിന്ത, ആ ഭക്തി മാത്രം മതി.
ഇനി 32, 33. കർമ്മം, തപസ്, ജ്ഞാനം, വൈരാഗ്യം, യോഗനിഷ്ഠ, ദാനധർമ്മങ്ങൾ, തീർത്ഥജ്ഞാനം മുതലാവിയാൽ സത്വഗുണം സിദ്ധിക്കുന്നവന് ഇങ്ങനെ പല മാർഗങ്ങളിലൂടെ ഭക്തി, അതായത് കർമ്മം ചെയ്യുക, നിസ്വാർത്ഥ കർമ്മം, തപസ്, ജ്ഞാനം, ഇവയിലൂടെയെല്ലാം സത്വഗുണം നേടിയെടുക്കുക. അതിലൂടെ അവൻ ഭക്തിയെ പ്രാപിക്കുന്നുവെങ്കിൽ, അങ്ങനെ മനസ്സ് ശാന്തമായിട്ട് ഗ്രാജ്വലി ഭക്തി മാർഗത്തിലേക്ക് പ്രവേശിക്കുന്നുവെങ്കിൽ അവൻ എളുപ്പത്തിൽ എൻ്റെ വൈകുണ്ഠത്തിലേക്ക് പ്രവേശിക്കും. എൻ്റെ രാജ്യത്തേക്ക് അവന് പെട്ടെന്ന് പ്രവേശിക്കാൻ കഴിയും. 34. സാധുക്കളും ബുദ്ധിമാന്മാരും എന്നിൽ പ്രിയമുള്ള ഭക്തന്മാരും, സാധുക്കളും ബുദ്ധിമാന്മാരും എന്നോട് പ്രിയമുള്ളവരായ ഭക്തന്മാരാണ് എന്നാൽ നൽകുന്ന മോക്ഷത്തെ പോലും ആഗ്രഹിക്കുന്നില്ല. അപ്പം നല്ല സാധുക്കൾ, സന്യാസിമാര്, ബുദ്ധിമാന്മാര്, എന്നിൽ ഭക്തരായവര്, അവർക്കെന്തില്ല? മോക്ഷത്തെ, ഞാൻ നൽകുന്ന മോക്ഷത്തെ പോലും ആഗ്രഹിക്കുന്നില്ല. അവർ മോക്ഷം വേണമെന്നൊന്നും വെച്ചിട്ടല്ല സന്യസിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഭക്തിമാർഗത്തിലേക്ക് തിരിയുന്നത്. മോക്ഷം എന്താണെന്നും അവർക്കറിയില്ല. ശരിയായ യഥാർത്ഥത്തിൽ എന്താണ് മോക്ഷമെന്നും അവർക്കറിയില്ല. പക്ഷെ അവർക്ക് ഞാൻ മോക്ഷം നൽകുന്നു, ഞാനാണ് നൽകുന്നത്. പക്ഷെ അവർക്ക് മോക്ഷം പോലും ചിന്തിച്ചിട്ടല്ല എന്നിൽ ഭക്തി അർപ്പിക്കുന്നത്. 35. എന്തെങ്കിലും അപേക്ഷ ഇല്ലാത്തത് ഉത്തമം. അപേക്ഷയില്ലാത്തതാണ് ഉത്തമം. എന്നോട് എന്തെങ്കിലും ചോദിക്കാതിരിക്കുന്നതാണ് ഉത്തമം. നമ്മൾ ദൈവത്തോടൊന്നും ചോദിക്കരുത്. ദൈവം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരൊറ്റ ഈശ്വരനേ ഉള്ളൂ, അത് ശ്രീഹരി. ശ്രീഹരിയോട് ഒന്നും ചോദിക്കാത്തതാണ് ഉത്തമം. ഉത്കൃഷ്ടമായത് മോക്ഷം. അങ്ങനെയുള്ള അവസ്ഥ വരുമ്പോൾ ലഭിക്കാൻ പറ്റുന്ന ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ളത് മോക്ഷമാണ്, ബ്രഹ്മത്തിൽ ലയിക്കുക. അതിനാൽ അപേക്ഷ കൂടാതെയുള്ള എന്നോടുള്ള ഭക്തി, അപേക്ഷ കൂടാതെയുള്ള ഒന്നും അപേക്ഷിക്കരുത്. ഈശ്വരനോട് എനിക്ക് മോക്ഷം നൽകണമെന്ന് പോലും ചോദിക്കരുത്. അപ്പം അപേക്ഷയില്ലാതെയുള്ള എന്നോടുള്ള ഭക്തി, എന്നിൽ തന്നെ മനസ്സർപ്പിച്ചുകൊണ്ടിരിക്കുക. അതാർക്കാണ് സംഭവിക്കുന്നത്? ആശയില്ലാത്തവന് മാത്രം സംഭവിക്കുന്നു. ഒരാഗ്രഹമില്ലാത്തവന് മാത്രമേ ആശയില്ലെങ്കിൽ കൃഷ്ണനോടൊന്നും ശ്രീഹരിയോടൊന്നും അപേക്ഷിക്കില്ല. വെറും ഭക്തി മാത്രം. അതാണ് ലക്ഷണം. അവർക്ക് മാത്രമാണ് ഭക്തി മാർഗത്തിലൂടെ കൃഷ്ണ സായുജ്യം പോകാൻ, അല്ലെ ശ്രീഹരിയെ പ്രാപിക്കാൻ കഴിയുന്നത്. എന്നിൽ ഏകാന്ത ഭക്തിയോടൊപ്പം രാഗാതിരോക്ഷരഹിതനായിട്ട് സമചിത്തത, ചിത്തത്തെ സമഭാവത്തിൽ നിർത്തി ബുദ്ധിക്കും അപ്പുറമുള്ള പരമാത്മാവിനെ പ്രാപിച്ചവൻ, ബുദ്ധിക്കും അപ്പുറമുള്ള, ബുദ്ധി കൊണ്ട് പരമാത്മാവിനെ തിരിച്ചറിയാൻ പറ്റില്ല, ഋഷികൾക്കും പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റിയില്ല. ആ പരമാത്മാവിനെ പ്രാപിച്ചവന് പാപവുമില്ല, പുണ്യവും ഇല്ല. 37. ആയതിനാൽ ഞാൻ ഉപദേശിച്ച എന്നെ സിദ്ധിക്കുവാൻ സഹായിക്കുന്ന ഈ മാർഗത്തിൽ, അതായത് ഭക്തി മാർഗത്തിൽ, ഞാൻ ഉപദേശിച്ച എന്നെ സിദ്ധിക്കുവാൻ സഹായിക്കുന്ന ഈ മാർഗത്തെ ആര് അനുഷ്ഠിക്കുന്നുവോ അവർ
കാലം, മായ എന്നിവയ്ക്ക് അതീതമായ എൻ്റെ സ്ഥാനത്തെ പ്രാപിക്കുന്നു. അവർക്ക് കാലവും മായയും എല്ലാം അവരുടെ പരിധിയിൽ വരില്ല. അതിൽ നിന്നെല്ലാം മുക്തമായിട്ട് എൻ്റെ സ്ഥാനത്തെ പ്രാപിക്കും, ആ പരമാത്മാവിനെ പ്രാപിക്കും. അപ്പോൾ ആ പരബ്രഹ്മ സ്വരൂപത്തെ അറിയുന്നു. ആ ശാശ്വതമായ ശാന്തിയിലിരിക്കുമ്പോൾ ആ പരബ്രഹ്മ സ്വരൂപം എന്താണെന്നും അദ്ദേഹം മനസ്സിലാക്കുന്നു.